ഹായ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നു. അപ്പോൾ ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഇടുന്നത്. കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും പിന്നെ അത്യാവശ്യം തിരക്കുമായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോസ് എല്ലാം കുറവായി പോയത്. ഷോർട്സ് ആണെങ്കിൽ എനിക്ക് ഇടാൻ നേരം കിട്ടുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. പതിവ് പോലെ ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നില്ല. രാവിലെ റോസാന് ഫുഡ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വേണ്ടുന്ന വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഒരു ഭാഗത്ത് റെഡി ആവുന്നതിന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കണം. ദോശമാവ് ഇരിപ്പുണ്ട്, വെള്ളയപ്പത്തിൻ്റെ മാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് തണുപ്പ് മാറാനായിട്ട് വെളിയിലെടുത്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ ചെടിയുടെയൊക്കെ അവസ്ഥ നോക്കിയേ. സത്യത്തിൽ മടി ഭയങ്കരമായിട്ട് എനിക്ക് കുറച്ച് ദിവസമായിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒന്നും ചെയ്യാനായിട്ടൊരു മൂഡില്ല. അതിനാണ് മടി എന്ന് പറയുക അല്ലേ. അങ്ങനെയല്ല, ഒരു മനസ്സിനൊരു ഉഷാറില്ല. അത് കാരണം അതൊക്കെ ഒരു ഭാഗത്ത് വാടി നിൽക്കുന്നു. ഇനി അതെല്ലാം ഒന്ന് റെഡി ആക്കണം. അപ്പം ഞാനിവിടെ അമ്മ മനസ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ആണെന്ന് തോന്നുന്നു, ഇനി ക്ലാസിക്കാണോ കമ്പനി നെയിമെന്നറിയില്ല. അമ്മ മനസ്സെന്ന് പറയുന്നവരുടെ പ്രോഡക്റ്റാണ് കേട്ടോ ഇത് വെള്ളയപ്പത്തിൻ്റെ മാവാണ്. എനിക്ക് വെള്ളയപ്പം ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. പാലപ്പം അല്ല, വെള്ളയപ്പം ഇഷ്ടമല്ലാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇവരുടെ ഈ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് നല്ല സോഫ്റ്റുമാണ്, നന്നായിട്ട് നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ ചൂടോടെ കഴിക്കാനായിട്ടൊക്കെ നല്ല ടേസ്റ്റാണ് ഇതിന്. അങ്ങനെ ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. പിന്നെ ഇവിടെ ഒന്നും പലഹാര പരിപാടി ഇല്ല. അതാട്ടോ നമ്മൾ പച്ചരിയും ചോറും ഒന്നും വെച്ച് അരച്ച് അങ്ങനെ ഇതാക്കാത്തത്. അങ്ങനെ എന്തെങ്കിലും കഴിക്കണം എന്ന് ആഗ്രഹമുള്ളപ്പം നമ്മളിതുപോലെ പാക്കറ്റ് മേടിച്ച് ഉണ്ടാക്കുകയാണ് പതിവ്. നമ്മുടെ ഇവിടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും അവർക്ക് വേണ്ടുന്ന പലഹാരം കഴിപ്പില്ല, ചോറ് കഴിപ്പുമില്ല. അവർക്കങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പം ഓംലേറ്റോ അങ്ങനെ എന്തെങ്കിലുമാണ് നമ്മൾ കൊടുക്കുന്നത് പൊതുവേ. ഇങ്ങനെ കഴിക്കുന്ന ദിവസം എല്ലാ ദിവസവും കൊടുത്താൽ ഇപ്പോൾ ഇന്ന് കൊടുക്കുന്നത് നാളെ അവർക്ക് വേണ്ട, നാളെ കൊടുക്കുന്നത് പിന്നെ അടുത്ത ദിവസം അവർക്ക് വേണ്ട, അങ്ങനെ ഓരോ ദിവസവും അവർക്ക് വേറെ വേറെ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ അരി അരയ്ക്കാനായിട്ട് പച്ചരി മേടിച്ച് വെക്കുകയോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അങ്ങനെ കഴിക്കാൻ തോന്നുമ്പോൾ നമ്മളിതുപോലെ പാക്കറ്റിൽ മാവ് മേടിക്കുകയാണ് പതിവ്. അപ്പോൾ കറിയായിട്ട് ഇന്നലെ വൈകിട്ട് കുറച്ച് കറി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി ഇച്ചിരി ബീഫ് കറി ഇരിപ്പുണ്ടായിരുന്നു. അത് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് രാവിലെ അപ്പത്തിൻ്റെ കൂടെ. അതും ഈ നോർത്ത് ഇന്ത്യൻസിൻ്റെ ഒരു കടയായിരുന്നു കേട്ടോ. പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ വെക്കുന്നതിനെ കഴിഞ്ഞും ടേസ്റ്റായിരുന്നു അവർ വെച്ചിരുന്ന കറിക്ക്. ഇനി ഒരു നോർത്ത് ഇന്ത്യൻ ടച്ച് എനിക്കിഷ്ടമായതുകൊണ്ട് അങ്ങനെ ഫീൽ ചെയ്താണോ എന്നറിയില്ല. പക്ഷേ എങ്കിലും കറി കൊള്ളായിരുന്നു. അപ്പോൾ അങ്ങനെ കറിയൊക്കെ ഒന്ന് ചൂടാക്കുന്നുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ എന്നും രാവിലെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എനിക്ക്. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യണം തോന്നും. പക്ഷേ എഴുന്നേറ്റ് അടുക്കളയിലെ പണികൾ ഒതുക്കി വരുമ്പോഴത്തേക്ക് പിന്നെ ഒന്നും ചെയ്യാനായിട്ട് മൂടുണ്ടാവില്ല. പിന്നെ കുഞ്ഞുങ്ങളുടെ പുറകെ പോവുക, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ആയിട്ട് നടന്നിട്ട് പിന്നെ ഞാനങ്ങ് കിടക്കുന്നത് ഉറങ്ങാൻ വേണ്ടി കിടക്കുന്നതല്ല, പക്ഷേ ഉറങ്ങത്തുമില്ല. കിടന്നു കഴിഞ്ഞാൽ പിന്നെ എഴുന്നേൽക്കാനായിട്ട് ഭയങ്കര മടിയാണ്. അങ്ങനെ റജാൻ വരുന്ന സമയമൊക്കെ ആകുമ്പോഴത്തേക്കാണ് പിന്നെ എഴുന്നേറ്റ് അടുക്കളയിൽ വൈകുന്നേരത്തേക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നോക്കുന്നത്. ഈ ഒരു അപ്പച്ചട്ടി ഉണ്ടോ, ഈ അപ്പച്ചട്ടി അതായത് ഫ്രൈ പാൻ എനിക്കുണ്ടായിരുന്നു. ഫ്രൈ പാൻ ഞാൻ കുറേ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. കുറേ നാൾ കഴിഞ്ഞിട്ടും ഇതുപോലെ പൊളിഞ്ഞു പോവുക അങ്ങനെയൊക്കെ. അങ്ങനെയാണ് ഞാൻ ഇരുമ്പിൻ്റെ അപ്പച്ചട്ടി കണ്ടത്. അത് മേടിച്ചു. പക്ഷേ അത്യാവശ്യം നല്ലതാണ് കേട്ടോ. 171 രൂപയുള്ളൂ. മീഷോ പ്രോഡക്റ്റാണ്. അത്യാവശ്യം നല്ല വലുപ്പത്തിൽ നമുക്കിപ്പോൾ മസാല ദോശയൊക്കെ ഉണ്ടാകേണ്ട വലുപ്പത്തിൽ നമുക്ക് ആ അപ്പച്ചട്ടി വലുപ്പമുള്ളതാണ് കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് റജാനെ കൊണ്ടുപോകാനുള്ള ചോറൊക്കെ എടുക്കുന്നുണ്ട്. ചോറിൻ്റെ കൂട്ടത്തിൽ വടുപുളി എന്നാണ് അതിന് പറയുന്നത്. ഞങ്ങൾ നാരങ്ങ എന്നാണ് പറയാറ്. പക്ഷേ ആ ഒരു ബോട്ടിൽ വടുപുളി അച്ചാറിനാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പം ആ അച്ചാറുണ്ട്. അതേപോലെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുണ്ട്. പിന്നെ ചാറുകറിയായിട്ട് ഞാനും ബീഫിൻ്റെ കറി ഉണ്ടായിരുന്നല്ലോ, അത് തന്നെ അങ്ങ് എടുക്കുമായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ചോറ് ഉച്ചക്കത്തേക്കുള്ള ചോറൊക്കെ എടുത്തു. പിന്നെ അരി ഇടണമായിരുന്നു, അരി ഇട്ടു. ഇങ്ങനെ ഇപ്പം ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടായിരിക്കില്ല ഞാൻ ചെയ്യുന്നത് കേട്ടോ. പല പണികളും ഒരു പണിയുടെ ഇടയ്ക്ക് നടക്കും. ആ ഒരു ടൈമിൽ സത്യത്തിൽ മൾട്ടി ടാസ്കിങ് ആണോ എന്ന് ചോദിച്ചാൽ അതെ. ആ ഒരു ടൈമിൽ ചിലപ്പം ദോശ അല്ലെങ്കിൽ ഇതുപോലെ അപ്പം അടുപ്പത്ത് വെച്ചിട്ടായിരിക്കും വേറെ പണിക്ക് പോവുക. തിരിച്ച് വരുമ്പം എല്ലാ പ്രാവശ്യവും ഞാൻ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒന്നല്ലെങ്കിൽ രണ്ടെണ്ണം കരിഞ്ഞിരിക്കും. അത് പതിവാണ്, എത്ര ശ്രദ്ധിച്ചെന്ന് പറഞ്ഞാലും. അതേപോലെ പാലടുപ്പത്ത് വെച്ചിട്ട് പോവുക, ഇങ്ങനത്തെ നല്ല നല്ല ശീലങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഓരോ പണിയുടെ ഇടയ്ക്ക് 100 കൂട്ടം പണി വേറെ ചെയ്തുകൊണ്ട് പക്ഷെ പെട്ടെന്ന് പണി തീർക്കും. ഇങ്ങനെ ചെറിയ അബദ്ധങ്ങളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് സംഭവിക്കും കേട്ടോ. രാവിലെ നിങ്ങൾ ആദ്യത്തെ ആ ഒരു വീഡിയോയിൽ നല്ല വെയിലായിരുന്നില്ലേ, ഒരു അരമണിക്കൂർ ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ സീനാണിത് കേട്ടോ.
മഴയായി, പിന്നെ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് വെയിലായി. അങ്ങനെ ഇത് ഞാൻ സത്യത്തിൽ 2-3 ദിവസം മുൻപേ എടുത്ത വീഡിയോ ആണ്. ഇന്നാണ് അപ്ലോഡ് ചെയ്യാൻ ടൈം കിട്ടിയത് കേട്ടോ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കാടമുട്ടയും കോഴിമുട്ടയും പുഴുങ്ങി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. മൂത്തയാളെ കഴിപ്പിക്കുക എന്ന് പറയുന്നത് വമ്പൻ ടാസ്ക്കാണ്. ഇതൊന്നും അദ്ദേഹം കഴിക്കില്ല. ഇളയ കുഞ്ഞിന് പിന്നെ വലിയ പ്രശ്നം ദൈവം സഹായിച്ച് ഇതുവരെ ഇല്ല. മൂത്തയാളും ഈ ഒരു പ്രായം വരെയും നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാമായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഓരോ പ്രിഫറൻസസ് ഉണ്ടായത്. അത് മതി ഇത് മതി എന്നുള്ളൊരു രീതിയിൽ നോക്കാം. അപ്പം മൂത്തയാളെയും 2ാമത്തെ ആളെയും ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിപ്പിച്ചു. ഇനി അവരെഴുന്നേറ്റ് വന്ന് ഇനി ബെഡൊക്കെ ഒന്ന് വിരിക്കണം, ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിക്കണം. അങ്ങനെ ആ മേളിലിരിക്കുന്ന ഓരോ പ്രൈസസും എനിക്കും ഹസ്ബൻഡിനും കിട്ടിയതാണ് കേട്ടോ. ഞങ്ങൾ ചർച്ചിലെ കോമ്പറ്റീഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ അങ്ങനെ ഓരോ ഇയറിലും കോമ്പറ്റീഷൻസൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മളുടെ ഈ വർഷത്തെ കഴിഞ്ഞ വർഷം കിട്ടിയതായിരുന്നു. ഈ വർഷത്തെ നമ്മുടെ മത്സരമൊക്കെ വരുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നത് ഒക്ടോബർ 2 ആണെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നുമേ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. നമുക്ക് ഈ എക്സാമിൻ്റെ തലേദിവസം പഠിച്ച് ശീലമുള്ള കുട്ടികളായതുകൊണ്ടേ അതിൻ്റെ ചൂടങ്ങോട്ട് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അപ്പം ബെഡ്ഷീറ്റൊക്കെ ഞാൻ ഈ ബ്ലാങ്കറ്റൊക്കെ മഴ സമയമാണെങ്കിൽ നല്ല തണുപ്പായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ അതായത് ബ്ലാങ്കറ്റിൽ നല്ല തണുപ്പ് അനുഭവപ്പെടും. അപ്പം ഞാൻ വെയിലത്തൊക്കെ ഇട്ടൊന്ന് ചൂടാക്കുമ്പോൾ വെയിലത്ത് ഇടാമെന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. പക്ഷേ മഴയുടെ കോളുള്ളതുകൊണ്ട് ഞാൻ ഇടുന്നില്ല എന്ന് വെച്ചു. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞു വിരിച്ചു. ഇനി കുഞ്ഞുങ്ങൾ എഴുന്നേറ്റു, അവർ ഭക്ഷണം കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് 2 പേര് ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. അവരുടെ കൂടെ ഇപ്പം സ്ക്രീൻ ടൈം കംപ്ലീറ്റ്ലി ഒഴിവാക്കിയേക്കാണ്. അതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ, സ്ക്രീൻ ടൈം കൂടിയതിൻ്റേതായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് കംപ്ലീറ്റ്ലി ഒഴിവാക്കി അവരുടെ കൂടെയാണ് ഇപ്പോൾ മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള ക്ഷീണം എനിക്കുമുണ്ട്. അപ്പം ഇത് എൻ്റെ അടുക്കളയിലെ പണികളും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എല്ലാവർക്കും കൊടുത്തു. റിച്ചൻ ജോലിക്ക് പോയി. എൻ്റെ പണികളെല്ലാം ഏകദേശം ഒതുങ്ങി. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് എനിക്ക് പണികളൊന്നുമേ ഇല്ല. അതുകൊണ്ടാണ് ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിൽ പോലും ഉച്ചകൊണ്ട് പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. പിന്നെ ഞാൻ ഇച്ചിരി നേരം കിടന്നുറങ്ങി. അതേപോലെ പിന്നെ വൈകുന്നേരം 5:30-6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് റിച്ചാൻ വരാൻ ടൈം ആയപ്പോഴത്തേക്ക് വൈകുന്നേരത്തേക്കുള്ള രാവിലത്തെ കറികളൊക്കെ തന്നെയാണ്. വൈകിട്ട് പ്രത്യേകിച്ച് കുക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് തന്നെയാണ്. പിന്നെയും അത് തന്നെ വീഡിയോ എടുത്ത് കാണിക്കണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ് ഈവനിങ് ടൈമിലെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എൻ്റെ പണിയായുധം കണ്ടോ, അത് ഒടിച്ചു. ഇത് റെഡിയായിട്ടിരുന്ന സമയത്തെ വീഡിയോ ആണിത്. അത് ഒടിച്ചു ആൾ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ കാണുമ്പം മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോയ്ക്ക് എന്തെങ്കിലും അപാകതകളുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അല്ലേ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. മാക്സിമം സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയി കാണാം. ബൈ ബൈ.